തിരുവനന്തപുരത്ത് സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആറ്റിൽ വീണ് മരിച്ച അനുപമയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കാൽ വഴുതി വെള്ളത്തിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മണക്കാട് സ്വദേശിയായ അനുപമ അപകടത്തിൽപ്പെടുന്നത്. ഗോകുൽനാഥുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. 26 വയസ്സ് മാത്രമാണ് അനുപമയ്ക്ക് പ്രായം. ഇപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് കുടുംബം ആലോചിക്കുന്നത്? എപ്പോഴായിരിക്കും? ശ്രീ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ അപകടമുണ്ടാകുന്നത്. പൊന്മുടിയിലേക്ക് പോയ ശേഷം തിരിച്ച് തവയ്ക്കൽ വെള്ളച്ചാട്ടം കാണാനായി എത്തിയ ശേഷം എട്ടോളം സുഹൃത്തുക്കളും ചേർന്നായിരുന്നു ശ്രുതിയും സംഘവും ഇത്തരത്തിൽ ഈ തവയ്ക്കൽ വെള്ളച്ചാട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാൽ വഴുതി സുഹൃത്ത് വെള്ളത്തിലേക്ക് വീഴുകയും തുടർന്ന് ഈ സുഹൃത്തിനെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അനുപമ കൂടെ ഇറങ്ങുകയും ചെയ്യുന്ന സമയത്താണ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ശ്രുതിയെ രക്ഷപ്പെടുത്തിയെങ്കിലും അനുപമയെ അല്പം വൈകി രക്ഷപ്പെടുത്താനായത്. തുടർന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ അറിയാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിച്ച ശേഷം ഇന്ന് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, ഗോകുൽനാഥാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.